നെന്മാറ വിത്തനശ്ശേരി ജനവാസ മേഖലയിൽ പുലി. അള്ളിച്ചോട് ശശിയുടെ വീട്ടിലാണ് പുലി എത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മണിയോടെയാണ് സംഭവം. വളർത്തുനായയുടെ ശബ്ദം കേട്ട വീട്ടുടമ ലൈറ്റിട്ട് പുറത്തു വന്നതോടെ പുലി ഓടി മറയുകയായിരുന്നു. പുലിയും വളർത്തുനായും തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായയുടെ കഴുത്തിന് സാരം. വീടിന്റെ 4 പാടും ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. പുലി സാന്നിധ്യത്തെക്കുറിച്ച് ശശി വിശദീകരിച്ചു. പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് വെളിയിൽ വന്നത്. സംഗതി അപ്പോഴത്തേക്കും പട്ടിയും അതും കൂടെ കടുകൂടി കൂട്ടിയിട്ട് പട്ടീനെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കണ്ടില്ല. രാവിലെ ഞാൻ നോക്കുമ്പോഴാണ് പട്ടിയുടെ കഴുത്തെ ചോര കണ്ടപ്പോൾ ഞാൻ ക്യാമറ നോക്കുമ്പോഴാണ് പുലിയാന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ എല്ലാവരും ഫോറസ്റ്റുകാരെയും മെമ്പറിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വേറെ എല്ലാവരും ഇതിനെ പിടിക്കണം എന്തായാലും കൂടി വെച്ച്. അതാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ആവശ്യം. ഇവിടെ അങ്ങനെ തൊട്ട വീട്ടിലൊക്കെ നായിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര ഇത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് കണ്ടു. ഞാൻ ഇപ്പോൾ ക്യാമറ നോക്കുമ്പോഴാണ് ശരിക്കും പുലിയാന്നുള്ളത്. അപ്പോൾ ആരും ഇത് പുലിയാന്നുള്ള ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാമറ കണ്ടപ്പോഴാണ് പുലിയാന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ് MLA അടുത്തും പറഞ്ഞപ്പോൾ MLA പോയിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ചറും വരാൻ പറഞ്ഞിട്ടുണ്ട്. കൂടി വെച്ച് അവർ എന്താ ഞങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും ഇതിനെ പിടിച്ച് മാറ്റണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പുലി പറഞ്ഞാൽ എല്ലാവർക്കും ഇത്ര നാളും ആനയായിരുന്നു. അപ്പോൾ ആന ഇപ്പോൾ കുറച്ചായിട്ട് വരവില്ല. അപ്പോൾ പുലിയാണ്. പുലി മറ്റേ ഒരാഴ്ച ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ശരിക്കും സിറ്റ് ഔട്ടിൽ കയറിയാണ് പട്ടിനെ പിടിച്ചേക്കണത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായി. പുറത്ത് എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പേടിയിൽ ഞങ്ങളെല്ലാവരും ഇവിടെ. കെ ബാബു MLAയും സ്ഥലത്തെത്തി. സമീപ പ്രദേശത്ത് പുലി വന്നതായി നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. DFOനോടും പറഞ്ഞ് DFO ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് പുലിയെ പിടിക്കാനുള്ളൊരു ഏർപ്പാടാണ് ചെയ്യേണ്ടത്. അത് പുലിയെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊല്ലങ്കോട് ഭാഗത്ത് നമ്മൾ ഒരുപാട് തവണ ഇത് പുലിക്ക് വേണ്ടിയിട്ട് കൂടൊക്കെ വെച്ച് കാത്തിരുന്നു. പക്ഷേ ഒരു പുലിയും വന്ന് പെട്ടില്ല. പക്ഷെ ഇനി ആ പുലി തന്നെയാണോ ഇതൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പുലിയെ പിടിച്ച് ജനങ്ങൾക്കുള്ള ഭയാശങ്കയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പുലിയുടെ കാൽപ്പാട് നോക്കിയിട്ട് ആ പുലി തന്നെയാണ് എന്ന് പറയേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം മറ്റേ ഈ CCTVയിൽ ഇത് നോക്കുമ്പോൾ വ്യക്തമായി കളർ വളരെ കൂളായിട്ട് വന്ന് പിന്നെ മറ്റേ പട്ടിയുടെ വെയിറ്റും വലുപ്പവും കൊണ്ടൊന്നും മാത്രമാണ് അതിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് പറയാനും കാണാനും പറ്റാത്ത സ്ഥിതി വരും. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. റേഞ്ച് ഓഫീസർ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തിയത്. അടുത്തിടെയായി പരിസരത്ത് നായ്ക്കളെ കാണാതായതോടെ നാട്ടുകാരിൽ സംശയം വന്നു തുടങ്ങി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് അത് വ്യക്തമാകുന്നുണ്ട്. പുലിയെ പിടികൂടുവാനായുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്.